നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അമരൻ എന്ന് പറയുന്ന തമിഴ് സിനിമയുടെയും ലക്കി ഭാസ്കർ എന്ന് പറയുന്ന തെലുങ്ക് സിനിമയുടെയും കളക്ഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യ ദിവസം മുതൽ തന്നെ ഈ രണ്ട് സിനിമകളുടെയും കളക്ഷൻ ഒന്നിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ വലിയ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയേണ്ടത്. അതായത് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഈ രണ്ട് സിനിമകളും. തീർച്ചയായിട്ടും ആ ഒരാഴ്ചയുടെ ഇടിവ് ഈ രണ്ട് സിനിമകൾ കളക്ഷനിൽ കാണാൻ സാധിക്കും. അതിൽ ഒരു സിനിമ 200 കോടി എന്ന് പറയുന്ന മാർജിനിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സിനിമ 100 കോടി എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട് സിനിമകളും 200ഉം 100ഉം നേടുമെന്നുള്ളൊരു കാര്യം ഏകദേശം കൺഫേം ആയിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു സംഭവം ഈ ഒരു രണ്ട് സിനിമകളുടെയും കാര്യത്തിൽ വരുന്നുണ്ട്. അത് വേറെയൊന്നുമല്ല, ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ നാളെ മുതൽ ലഭ്യമാകുന്ന കളക്ഷൻ ഗംഭീരമായിട്ടുള്ള ഒരു ഹൈപ്പ് കാണാൻ സാധിക്കും. അതായത് സാധാരണയായിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴുണ്ടാവുന്ന അല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ ഇടിവ് നമുക്ക് ഇവിടെ നോർമലി കാണാൻ സാധിക്കും. പക്ഷേ ലക്കി ഭാസ്കറിന്റെ കാര്യത്തിൽ നാളെ ആ ഒരു ഇടിവിന് പകരമായിട്ടുള്ള വലിയ ഒരു ഹൈപ്പായിരിക്കും കാണാൻ സാധിക്കുന്നത്. എന്നാൽ അമരൻ നോർമലി ആ ഒരു ഇടിവ് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കളക്ഷൻസ് നോക്കുമ്പോൾ അമരനേക്കാൾ മുകളിലേക്ക് ലക്കി ഭാസ്കറിന്റെ കളക്ഷൻ കയറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സിനിമകളുടെയും കളക്ഷൻ ഒന്ന് വേഗത്തിൽ പറഞ്ഞിട്ട് ഓരോന്നും താരതമ്യം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അമരൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് 21 കോടി 40 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ കളക്ഷൻസ് മാത്രമാണ് ഇപ്പോൾ വായിച്ചു പോകുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻസ് ഇതിനോടൊപ്പം തന്നെ പറയാവുന്നതാണ്. അതേ മീൻസ് ഇത് കഴിയുമ്പോൾ പറയാവുന്നതാണ്. 21 കോടി 40 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം അമരൻ എന്ന് പറയുന്ന സിനിമ നേടിയത്. 17 കോടി 45 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കിട്ടിയത്. ഇത് ഒരു വലിയ ഒരു ഓപ്പണിംഗ് ആണ് നമ്മുടെ ശിവകാർത്തികേയനെ സംബന്ധിച്ച്. രണ്ടാം ദിവസം നിങ്ങൾക്കറിയാം 19 കോടി 15 ലക്ഷം രൂപ കിട്ടിയതാണ്. ഇതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു പോയതാണ്, അതുകൊണ്ടാണ് വെറുതെ വായിച്ചു വിടുന്നത്. മൂന്നാം ദിവസം 21 കോടിയും നാലാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച 21.55 കോടിയും കിട്ടിയ ഒരു സിനിമ തിങ്കളാഴ്ചത്തേക്ക് എത്തുമ്പോൾ, അതായത് ഫസ്റ്റ് വർക്കിംഗ് ഡേക്കിൽ എത്തുമ്പോൾ വളരെ വലിയൊരു ഡ്രോപ്പ് അവിടെ കാണാൻ സാധിക്കും. 52% ഡ്രോപ്പാണ് അവിടെ ഫസ്റ്റ് ഞായറാഴ്ചയിൽ നിന്ന് തിങ്കളാഴ്ചയ്ക്ക് വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. 10 കോടി 15 ലക്ഷം രൂപയായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ മാറുന്നുണ്ട്. ആറാം ദിവസം 9 കോടിയിലേക്ക് കളക്ഷൻ ഇടിയുന്നുണ്ട്. എന്നാൽ 6 കോടി 8 ലക്ഷം രൂപ 80 ലക്ഷം രൂപ എന്ന് പറയുന്ന മാർജിനുമായിട്ട് തമിഴ്നാട് ശരാശരി കളക്ഷനിലേക്കാൾ അപ്പുറമായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നോക്കുക. പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം കളക്ഷൻ വലിയ കാര്യമായിട്ട് ഇടിയുന്നുണ്ട്. പ്രധാനമായിട്ടും ശിവകാർത്തികേയന് തെലുങ്കിൽ വലിയ മാർക്കറ്റ് ഉണ്ട്. തെലുങ്കിലെ ഇടിവ് ഇവിടെ വളരെ വലിയ കാര്യമായിട്ട് തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. തിങ്കളാഴ്ച മുതൽ തെലുങ്കിൽ വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ ചിത്രത്തിന് ലഭിക്കുന്നില്ല. അടുത്തത് 7-ാം ദിവസം 6 കോടി 38 ലക്ഷം രൂപയാണ് ഓൾ ഇന്ത്യ കളക്ഷൻ കിട്ടിയത്. അതിനകത്ത് 5 കോടി 25 ലക്ഷം രൂപ, അതായത് ഓൾമോസ്റ്റ് 85% വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. 8-ാം ദിവസം 5 കോടി 41 ലക്ഷം രൂപ ചിത്രത്തിന് ഓൾ ഇന്ത്യ കളക്ഷൻ കിട്ടിയപ്പോൾ 4 കോടി 3.99 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 കോടി ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നും കളക്ഷൻ കിട്ടിയിട്ടുണ്ട് 8-ാം ദിവസം. എന്ത് തന്നെയായാലും ഇതുവരെ സിനിമ ഇന്ത്യയിൽ നിന്ന് 8 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് നേടിയത് 114.51 കോടി രൂപയാണ്. 114.5 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് നേടിയപ്പോൾ 92.69 കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് നേടി. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് 100 കോടി നേടാൻ പോകുന്ന മറ്റൊരു സിനിമയായിരിക്കും ഇത്. എല്ലാ സിനിമകളും ഈ പറയുന്ന മാതിരി ഇവിടെ 200 കോടി 150 കോടി എന്നൊക്കെ പറഞ്ഞ് കളക്ഷൻ കാണിക്കുന്ന എല്ലാ സിനിമകളും തമിഴ്നാട്ടിൽ നിന്ന് 100 കോടി നേടിയിട്ടില്ല. വളരെ ചെറിയ സിനിമകൾക്ക് വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതും 100 കോടിയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൺഫേം ആണ്. 168 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. അതൊരു വലിയ കളക്ഷനാണ് ശിവകാർത്തികേയനെ സംബന്ധിച്ച് 168 കോടി രൂപ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ലക്കി ഭാസ്കറിന്റെ കളക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മളൊന്ന് ഓടിച്ചു പറയാം. കാരണം ഇതിനു മുമ്പേ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഡേ ഇതായിട്ട് വേൾഡ് കേരള ഇന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് 8 കോടി 45 ലക്ഷം രൂപയാണ്. അത് വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട്. ഇത് ഗ്രോസ് കളക്ഷനാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം നെറ്റ് കളക്ഷനാണ്. നെറ്റ് കളക്ഷനും ഗ്രോസ് കളക്ഷനും ഒക്കെ തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ അതിന്റെ ഗ്രോസ് കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞ ഹൈപ്പ് വലിയ ഫിഗറായിട്ട് നമുക്ക് വരുന്നത് സാധാരണ.
ഫസ്റ്റ് ഡേ 8,45,00,000 രൂപ വേൾഡ് വൈഡ് ഇന്ത്യൻ കളക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാം ദിവസം 7,65,00,000 രൂപ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. മൂന്നാം ദിവസം 8,75,00,000 രൂപ ഓപ്പണിംഗ് ഡേനേക്കാൾ കൂടുതലായിട്ട് മൂന്നാം ദിവസം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന തുക ഞായറാഴ്ച ഫസ്റ്റ് ഞായറാഴ്ച 9,25,00,000 രൂപ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയിലേക്ക് വരുമ്പോൾ വലിയ ഡ്രോപ്പ് ഇവിടെയും കാണാൻ സാധിക്കും. അഞ്ചാം ദിവസം 3,95,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ ഇടിയുന്നുണ്ട്. ആറാം ദിവസം 3,95,00,000 രൂപ തന്നെയായിട്ട് നിലനിർത്തുന്നുണ്ട്. ഏഴാം ദിവസം 2,90,00,000 രൂപയായിട്ട് കളക്ഷനിൽ ചെറിയൊരു മാറ്റവും വരുന്നുണ്ട്. എന്ത് തന്നെയാലും 7 ദിവസം കൊണ്ട് ഇന്ത്യക്കകത്തു നിന്ന് 44,90,00,000 രൂപ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. വേൾഡ് വൈഡായിട്ട് 7 ദിവസം കൊണ്ട് 70 കോടി രൂപ നേടിയെടുക്കാൻ സാധിച്ചു. ഒരു കാര്യം ഓർക്കുക, സിനിമ 8 ദിവസം പിന്നിട്ടിരിക്കുന്നു. 8ാം ദിവസത്തെ കണക്ക് നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പൊ 8ാം ദിവസത്തെ കണക്ക് കൂടി ലഭ്യമാകുന്നതോടുകൂടി ഏകദേശം ഇത് ഒരു 75 കോടി രൂപയ്ക്ക് മുകളിലായിട്ട് വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് വീക്കിൽ 75 കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തുക തന്നെയാണ്. പക്ഷെ ഇനി ാണ് കളി മാറാൻ പോകുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സംഭവം. ഈ സിനിമയുടെ കളക്ഷൻസ് വരും ദിവസങ്ങളിലാണ് ഇനി കുതിച്ചുയരാൻ പോകുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, തമിഴ്നാട്ടിൽ ഈ സിനിമ ഒരു തരംഗമായി മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ശിവകാർത്തികേയന്റെ അമരൻ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഒരുമിച്ച് റിലീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ അധികം തിയേറ്ററുകൾ കിട്ടാതിരുന്നത്. അതിന് ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു. അമരൻ തമിഴ്നാട്ടിലെ ഓട്ടം ഏകദേശം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ആ ഒരു പൊസിഷനിലേക്ക് അവിടെ കയറി വരാൻ പോകുന്നത് ലക്കി ഭാസ്കറാണ് എന്നുള്ളത് കാര്യം മറക്കാതിരിക്കുക. ഫസ്റ്റ് ഡേ പടത്തിന്റെ കഴിഞ്ഞ വ്യാഴാഴ്ച, ഇന്നലെ അല്ല കഴിഞ്ഞ വ്യാഴാഴ്ച പടം റിലീസ് ചെയ്യുമ്പോൾ വെറും 75 ഷോസ് മാത്രമാണ്. വെറും 75 ഷോ, തിയേറ്ററുകളുടെ എണ്ണമല്ല, 75 ഷോസ് മാത്രമാണ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ കളക്ഷൻ എപ്പോഴും ഒരു 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ എന്നുള്ള ലെവലിലാണ് നിലനിന്നിരുന്നത്. കാരണം ഈ പറഞ്ഞ 75 തിയേറ്ററുകളിൽ നിന്ന് 75 ഷോസിൽ നിന്ന് എന്താണ് ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ സിനിമ വെറും 6 ദിവസം പിന്നിടുമ്പോഴേക്കും ചിത്രത്തിന്റെ ഷോസിന്റെ എണ്ണം തമിഴ്നാട്ടിൽ 534 ഷോസായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കും. അതായത് എത്ര ഇരട്ടിയാണ് എന്നാലോചിക്കാം. ഫസ്റ്റ് ഡേ വെറും 75 ഷോ ഓടിയ സിനിമ 6ാം ദിവസം 534 ഷോ ആയിട്ട് തമിഴ്നാട്ടിൽ കൂടിയെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ സിനിമ ഓടാൻ പോകുന്നത് ഇവിടെ ഒന്നുമല്ല. അതാണ് ഇവിടത്തെ കളി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ആദ്യത്തെ വെറും 75 ഷോ മാത്രം റിലീസ് ചെയ്ത സിനിമ ഇന്നു മുതൽ തമിഴ്നാട്ടിൽ 268 തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുന്നത്. 268 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു. 1100 ഷോസ് ഓടാൻ പോകുന്നു. 75ൽ നിന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ 1100 ഷോയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, കേരളത്തിൽ ആദ്യ ദിവസം 1100 ഷോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടും കേരളത്തിൽ 1.8 കോടി രൂപ 2 കോടി രൂപ എന്ന് പറയാവുന്ന റേഞ്ചിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസങ്ങളിൽ പിടിച്ചു നിന്നു എന്നുണ്ടെങ്കിൽ നാളെ മുതൽ അതിനോട് തുല്യമായിട്ടുള്ള തുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള തുകയോ തമിഴ്നാട്ടിൽ നിന്നുള്ള കളക്ഷൻ പുറത്തു വന്നേക്കാം. അതായത് തമിഴ്നാട്ട് ഈ ഒരു സിനിമയെ ഏറ്റെടുക്കുന്നു. അവർ അമരൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവർ എല്ലാവരും ആ ഒരു സിനിമയ്ക്ക് പോയത്. മാത്രമല്ല വലിയ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയും വലിയ രീതിയിലുള്ള ചർച്ചയായപ്പെടുകയും ചെയ്ത സിനിമ. ഇപ്പോൾ എല്ലാവരും ആ ഒരു സിനിമയ്ക്ക് പോയി. ഒരാഴ്ച പിന്നിടുമ്പോൾ ആ സിനിമ ഏകദേശം അവിടെയൊക്കെ കഴിഞ്ഞു. കാരണം 100 കോടി രൂപ 110, 120 ആ റേഞ്ചിലാണ് അവിടെ വലിയ ഒരു സിനിമയ്ക്ക് പോലും, രജനീകാന്തിന്റെയും വിജയുടെയൊക്കെ പടങ്ങൾക്ക് പോലും അവിടെ കിട്ടുന്ന കളക്ഷൻ. ഏതാണ്ട് ആ കളക്ഷനിലേക്ക് ഇപ്പോൾ ആ സിനിമ ഓൾറെഡി എത്തി. ഇനി അതിനേക്കാൾ കൂടുതലായിട്ട് വലിയ കാര്യമായിട്ടൊന്നും മൂവ് ചെയ്യാനില്ല. പയ്യെ ഉന്തി തള്ളി അത് 100ലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലക്കി ഭാസ്കറാണ്. തീർച്ചയായിട്ടും തമിഴിൽ ഇദ്ദേഹം തന്നെയാണ്, ദുൽഖർ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തമിഴ് സിനിമ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ സിനിമ കാണാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മലയാളത്തിൽ കണ്ടപ്പോൾ അതൊരു മലയാള സിനിമ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി തമിഴ്നാട്ടിലെ കളക്ഷൻ ലക്കി ഭാസ്കർ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.